ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എത്നിക് ഫുഡ് കോർട്ട്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് മട്ടൺ കറിയാണ്. ഇത് എങ്ങനെയാണ് നമുക്കിവിടെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം കുക്കർ അടുപ്പിൽ വെച്ച് 2 തണ്ട് കറിവേപ്പില അതിലിട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൺ ഇടാം. അതിലേക്ക് മുഴുവൻ കുരുമുളക് ചതച്ച് കല്ലിൽ വെച്ച് ചതച്ചെടുത്തതാണിത്. മിക്സിയിലായാലും നിങ്ങൾക്ക് മിക്സിയിലാണ് പൊടിക്കാൻ സൗകര്യമെങ്കിൽ അങ്ങനെ ആയാലും മതി. കുറച്ച് തഴുതരിപ്പോട് കൂടി വേണം, നന്നായി പൊടിഞ്ഞു പോകണ്ട. ഇനി ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 10-12 ചെറിയ ഉള്ളി ചതച്ചതും, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും, ഒരു തുടം വെളുത്തുള്ളി ചതച്ചതുമാണ്. ഇതിൻ്റെ ഒരു അല്പം മാത്രം, ഒരു പകുതി മാത്രം എടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാല ഒരു 1.5 ടേബിൾ സ്പൂൺ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇതിനകത്ത് കുറച്ച് പെരിഞ്ജീരകം പ്രത്യേകമായിട്ട്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പ്രത്യേകമായിട്ട് നമ്മൾ പൊടിച്ച് വെക്കേണ്ടതുണ്ട്. ആ പൊടിച്ച് വെച്ചതിൽ നിന്ന് നമുക്ക് ഇതിനകത്തേക്ക് ഒരു അല്പം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതിനെ അടച്ച് വേവിക്കാം. അത് അവിടെ ഇരുന്ന് വേവുന്ന സമയത്തിന് നമുക്ക് മറ്റൊരു അടുപ്പിൽ ഒരു പരന്ന പാത്രം വെച്ച് അതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം കുറച്ച് നമ്മൾ മുമ്പ് നേരത്തെ ബാക്കി വെച്ചിരുന്ന ആ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. അത് നന്നായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ചെറുതായി അരിഞ്ഞ ഒരു തക്കാളി അതിലേക്ക് ഇട്ട് ചേർക്കാം. ഇനി അത് നന്നായി വഴറ്റി കൊടുക്കണം. നന്നായി യോജിച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. തീ നല്ലോണം കുറച്ച് വെക്കണം. ഇത് കരിഞ്ഞു പോകാൻ ഇടയാകും. അല്ലെങ്കിൽ അത് നല്ലോണം കരിഞ്ഞു പോയാൽ നമുക്ക് ഇതിനകത്ത് ഒരു കയ്പ്പ് സ്വാദ് വരും. അതുകൊണ്ട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അതിൻ്റെ പച്ചപ്പ് ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുമ്പോൾ നമുക്ക് വേവിച്ച് വച്ചിരിക്കുന്ന മട്ടൺ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മട്ടൺ ചേർക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഈ മട്ടൺ വേവിച്ച് അതിൽ അല്പം ഒരു വെള്ളം, അതിൻ്റെ ചാറുണ്ടാവും. അത് ആദ്യമേ തന്നെ ഈ നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് മട്ടൺ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. അതിലേക്ക് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മട്ടൺ നന്നായിട്ട് ഒന്ന് വെന്ത് യോജിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ കുറച്ച് നേരത്തേക്ക് അടച്ചു വയ്ക്കാം. നമുക്ക് ഗ്രേവി അഥവാ കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ബേ ലീഫ് ഉണ്ടെങ്കിൽ അത് 2 ബേ ലീഫ് കൂടി അതിനകത്ത് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു പ്രത്യേക ഒരു മണവും രുചിയും ഉണ്ട്. അതുകൂടി നമുക്ക് കറിക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമില്ല. ബേ ലീഫ് ഉണ്ടെങ്കിൽ നമുക്ക് 2 ബേ ലീഫ് ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് നേരം നമുക്കിത് അടച്ചു വെക്കാം. അടച്ചു വെച്ച് അത് ഒന്ന് പാകമാവുന്ന സമയത്ത്, അതായത് കുറച്ച് വെള്ളം ഉണ്ടാവണം. ആ സമയത്ത് നമുക്ക് 2-3 ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് അടച്ചു വെച്ച് ഉരുളക്കിഴങ്ങ് വേവുന്നത് വരെയുള്ള സമയം ഇതിന് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ ഇത് നന്നായിട്ടെല്ലാം രുചിച്ച് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ പാകത്തിന് കുറുകിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങെല്ലാം വെന്ത് വളരെ സ്വാദിഷ്ടമായിട്ടുണ്ട്. നമ്മുടെ സ്വാദിഷ്ടമായ മട്ടൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മട്ടണും ബീഫും ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഗരം മസാലയ്ക്ക് പുറമെ ഒരല്പം പെരിഞ്ജീരകം പ്രത്യേകം പൊടിച്ച് ചേർക്കുന്നത് നല്ല രുചികരമാണ്. അതുപോലെ തന്നെ മട്ടണും ബീഫിനും ഗ്രാമ്പുവാണ് കൂടുതലായിട്ട് വേണ്ടത്. ഏലക്ക കുറവും ഗ്രാമ്പു കൂടുതലുമായിട്ടാണ് മസാല പൊടിക്കുമ്പോൾ എടുക്കേണ്ടത്. മസാലയുടെ അളവിനെക്കുറിച്ചുള്ളൊരു വീഡിയോ വേറെ ചെയ്യാം. മട്ടൺ കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യണം. മറ്റൊരു വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.